ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സംയുക്ത പാർലമെന്ററി സമിതി ശുപാർശ നൽകിയ പെൻഷൻ വർധനവായ 5% 65-ാം വയസ്സിൽ, 10% 70-ാം വയസ്സിൽ, 15% 75-ാം വയസ്സിൽ എന്നത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു MP ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് കത്തയച്ചിരിക്കുന്നു. അതോടൊപ്പം കമ്മ്യൂട്ടേഷൻ കാലാവധി സംബന്ധിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ചാലക്കുടി MP ആയ ബെന്നി ബെഹനാൻ 3 ഡിസംബർ 2024 ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അയച്ച കത്താണ്. ഇതിൻ്റെ ഹെഡിങ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, അതോടൊപ്പം കമ്മ്യൂട്ടേഷൻ കാലാവധി സംബന്ധിച്ച കാര്യവും. മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. 2023 മുതൽ തീർപ്പ് കൽപ്പിക്കാത്ത സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ശുപാർശ എത്രയും വേഗം നടപ്പിലാക്കുക. ദേശീയ ദിനപത്രങ്ങളിൽ മുൻ പേജിൽ മുൻഗണനയോടെ ഈ ശുപാർശ രാജ്യത്തുടനീളം മാധ്യമങ്ങൾ കവറേജ് നേടിയതാണ്. കേന്ദ്ര ഗവൺമെൻറ് പെൻഷനേഴ്സിന് 65 വയസ്സ് മുതൽ ഓരോ 5 വർഷവും 5% പെൻഷൻ വർദ്ധിപ്പിക്കാൻ, അതായത് 65-ാം വയസ്സിൽ 5%, 70 വയസ്സിൽ 10%, 75 വയസ്സിൽ 15% എന്നിങ്ങനെ 80 വയസ്സിന് 20% നിരക്കിൽ വർധനവ് ഇപ്പോൾ ലഭ്യമാണ്. 70-നും 80-നും ഇടയിൽ മരണനിരക്ക് വളരെ ഉയർന്നതാണ്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വ്യക്തമായ നിരീക്ഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ഈ ശുപാർശ സർക്കാരിന് കൈമാറിയത്. മാഡം, കേന്ദ്ര ഗവൺമെൻറ് മുതിർന്ന പൗരന്മാരെ സാധ്യമായ എല്ലാ രീതിയിലും സഹായിക്കുന്ന വഴികൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ 20% പെൻഷൻ വർധനവിനായി 80 വയസ്സുവരെ കാത്തിരിക്കാതെ പെൻഷൻകാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് എല്ലാ വർഷവും 1% പെൻഷൻ വർദ്ധിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നതായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ നീക്കത്തെ എല്ലാവരും അഭിനന്ദിച്ചു. മാഡം, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഇത്തരം മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ തീരുമാനം തീർപ്പാക്കാതെ കിടക്കുന്നത് നിരാശാജനകമാണ്. ഇത് നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കമ്മ്യൂട്ടേഷനെ സംബന്ധിച്ചിടത്തോളം പെൻഷനിലെ കമ്മ്യൂട്ടേഷൻ്റെ മുഴുവൻ തിരിച്ചടവും 10 വർഷവും 10 മാസവും കൊണ്ട് തീരുന്നു. എന്നാൽ 15 വർഷം പാവപ്പെട്ട പെൻഷൻകാരിൽ നിന്നും ഇത് തിരിച്ചു പിടിക്കുന്നു. പല കോടതികളും ഇത് സംബന്ധിച്ച് 12 വർഷത്തിന് ശേഷം കമ്മ്യൂട്ടേഷൻ റിക്കവറി നിർത്താൻ ഉത്തരവിട്ടു. പെൻഷൻകാരെ കോടതിയിലേക്കും നിയമ പോരാട്ടത്തിലേക്കും കൊണ്ടുപോകുന്നത് നല്ലതല്ല. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതി വിധികളുടെ വെളിച്ചത്തിൽ മുഴുവൻ പ്രശ്നവും തുറന്ന മനസ്സോടെ പരിശോധിക്കുകയും പാവപ്പെട്ട പെൻഷൻകാരെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അനുകൂല പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ആദരവോടെ ശ്രീ ബെന്നി ബെഹനാൻ MP. ഇതാണ് ആ കത്ത്. മുകളിൽ പറഞ്ഞ കത്തയച്ച ശ്രീ ബെന്നി ബെഹനാന് ബിഗ് സല്യൂട്ട്. അതോടൊപ്പം ഈ പ്രശ്നങ്ങൾ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലും അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.